ആരോഗ്യമന്ത്രി കെ മുരളീധരനെ CPM കഴിഞ്ഞ കുറച്ച് ദിവസമായി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് പോയി മന്ത്രി ക്യാമ്പ് ചെയ്യുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഒരാൾക്ക് മാത്രമാണ് നിപ ബാധിച്ചിരുന്നത്. കൂടുതൽ വ്യാപനം ഉണ്ടാകാതെ നോക്കുന്നതിൽ ആരോഗ്യവകുപ്പ് ഇതുവരെ വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ CPMനും അവരുടെ നേതാക്കൾക്കും അതൊന്നും പോരാ. തങ്ങളുടെ ഭരണകാലത്ത് എന്താണോ ചെയ്തത് അത് തന്നെ UDF സർക്കാരും പിന്തുടരണമെന്ന വാശിയിലാണവർ. അത് വകവെച്ചു കൊടുക്കാൻ UDF എന്തായാലും തയ്യാറല്ല. മുരളീധരനെതിരായ മറ്റൊരു വിമർശനം ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീനയെ മാറ്റിയതാണ്. വ്യക്തമായ കാരണങ്ങളോടെയാണ് റീനയെ മാറ്റിയിരിക്കുന്നത്. അക്കാര്യം മന്ത്രി വിശദീകരിക്കുന്നുമുണ്ട്. റീന ഡയറക്ടർ സ്ഥാനത്തിരുന്ന് തുരപ്പൻ പണിയാണ് കാണിച്ചതെന്നും അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിപ രോഗം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥിരീകരിച്ച വിവരം വന്നിട്ടും മന്ത്രിയായ തന്നെ കൃത്യസമയത്ത് അറിയിച്ചില്ലെന്ന് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതാണ് അന്ന് വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വന്നത്. ഇത് പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്തു. സർക്കാരുമായി ഡോക്ടർ റീന സഹകരിക്കുന്നില്ലെന്നും അത്തരക്കാരെ തങ്ങൾക്ക് വേണ്ടെന്നും മന്ത്രി ആഞ്ഞടിച്ചു. എന്നാൽ റീനയെ മാറ്റിയ മന്ത്രി മുരളീധരനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മന്ത്രി ഗണേഷ് കുമാർ. ശരിയായ കാര്യമാണ് ചെയ്തതെന്നാണ് LDFിലെ തന്നെ പ്രമുഖ നേതാവ് പറയുന്നത്. താൻ നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു. നിയമസഭാ കമ്മിറ്റിയെ എല്ലാ ഉദ്യോഗസ്ഥരും റെസ്പെക്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഇവർക്ക് യാതൊരു റെസ്പെക്റ്റുമില്ല. നിയമസഭാ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശവും ഇവർ അംഗീകരിക്കില്ല. ഇവർ വളരെ ധിക്കാരപൂർവ്വം പെരുമാറും. എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് പേഴ്സണലാണ്. നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ആളെന്ന നിലയിൽ അവരെക്കുറിച്ചുള്ള പേഴ്സണൽ അഭിപ്രായമാണ്. ഇത് നിങ്ങളിൽ ചിലർ വിവാദമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് വിവാദമാക്കേണ്ട കാര്യമില്ല. അക്കാര്യത്തിൽ മുരളീധരനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നിയമസഭാ കമ്മിറ്റിയെ ബഹുമാനിച്ചില്ലെന്ന് പറയുമ്പോൾ പിന്നെ മന്ത്രിയെ മൈൻഡ് ചെയ്തില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവരുടെ നിലപാടുകളൊന്നും ശരിയല്ല. അവർ നിയമസഭാ കമ്മിറ്റിയോട് പെരുമാറിയിട്ടുള്ള രീതി തുടക്കം തൊട്ടറിയാം. നിയമസഭാ കമ്മിറ്റിയോടൊക്കെ പെരുമാറിയിട്ടുള്ള രീതി ഞങ്ങൾക്ക് നന്നായി അറിയാം. അവർ ജോലിയിൽ വന്ന കാലം തൊട്ട് ഈ കമ്മിറ്റിയിൽ ഞാനുണ്ട്. കമ്മിറ്റി ചെയർമാനായിരുന്നു. ആ കമ്മിറ്റി വിളിച്ച് കാര്യം ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം വളരെ നിരുത്തരവാദപരമായിട്ടായിരുന്നു. അതുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷവും തന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതുതന്നെയായിരുന്നുവെന്നും എന്നാൽ മുഖ്യമന്ത്രിയോടോ ആരോഗ്യമന്ത്രിയോടോ പരാതി പറഞ്ഞിരുന്നില്ലെന്നും ഗണേഷ് കുമാർ വിശദീകരിക്കുന്നുണ്ട്. ഗണേഷിന്റെ ആ വാക്കുകൾ കാണാം. നല്ല കാര്യം. അതിനെക്കാരെന്ന് വെച്ചാൽ അവർ ഞാൻ നിയമസഭാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, ചെയർമാനായിരുന്നു പെറ്റീഷൻ കമ്മിറ്റിയുടെ. നിയമസഭാ കമ്മിറ്റിയെ എല്ലാ ഉദ്യോഗസ്ഥരും റെസ്പെക്ട് ചെയ്യാറുണ്ട്. ഇവർക്ക് യാതൊരു റെസ്പെക്റ്റും ഇല്ല. നിയമസഭാ കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശവും അവരനുസരിക്കത്തില്ല. ഇവർ വളരെ ധിക്കാരപൂർവ്വം പെരുമാറും എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞത്. പേഴ്സണലാണ്. നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നുള്ള ആളെന്നുള്ളതിൽ അവരെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം. ഇവിടെ നിങ്ങളത് വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അതിൽ വിവാദമാക്കേണ്ട കാര്യമില്ല. അതിൽ ശ്രീ കെ മുരളീധരൻ പറയുന്നത് ശരിയാണ്. കാരണം അവർ മന്ത്രിയെ പോലും അനുസരിക്കുക. നിയമസഭാ കമ്മിറ്റിയെ ബഹുമാനിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നെ മന്ത്രിയെ മൈൻഡ് ചെയ്തില്ല എന്ന് പറയുന്ന അർത്ഥം. അവരുടെ നിലപാടുകളൊന്നും ശരിയല്ല. അവർ നിയമസഭാ കമ്മിറ്റിയോടൊക്കെ പെരുമാറിയിട്ടുള്ള രീതി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. തുടക്കം തൊട്ടേ അറിയാം. എനിക്ക് ശൈല ടീച്ചർ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇവർ ജോലിയിൽ വന്ന കാലം തൊട്ട് ഈ കമ്മിറ്റിയിൽ ഞാനുണ്ട്. കമ്മിറ്റി ചെയർമാനാണ്. ആ കമ്മിറ്റി പലപ്പോഴും ഇവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പ്രതികരണം വളരെ നിരുത്തരവാദപരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് കെ മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. അല്ല, നമ്മളതിൽ ഇടപെടേണ്ട കാര്യം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അന്നും എനിക്ക് അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായം നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി എന്ന നിലയിൽ, ചെയർമാൻ എന്ന നിലയിൽ 5 വർഷം ഞാൻ കമ്മിറ്റി ചെയർമാനായിരുന്നു. ഈ 5 വർഷവും എൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ പറഞ്ഞത്. അത് പേഴ്സണലാണ്. അന്ന് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമില്ല. ഞാൻ മുഖ്യമന്ത്രി എടുത്തു, ആരോഗ്യമന്ത്രി എടുത്തു പോയിട്ട് അവരെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇതും സംഭവ വിവാദം നടക്കുന്നതുകൊണ്ട് കെ മുരളീധരൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് പറഞ്ഞു. ആരായാലും സത്യം പറഞ്ഞ സത്യമല്ലേ, അതുകൊണ്ട് പറഞ്ഞു. അവരെ രീതികളൊന്നും ശരിയാണോ ഇല്ല എന്ന് ആ ഓഫീസിൽ അന്വേഷിക്കുക, ആരോഗ്യ വകുപ്പിൽ അന്വേഷിക്കുക. അപ്പോൾ അത് നിയമസഭാ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു. അല്ലാതെ അവരോട് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തുമില്ല. വ്യക്തിപരമായി അവരെ അറിയത്തില്ല.